ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാധികാമ്മ പറയുന്നുണ്ട്, നിനക്കും ഇപ്പോൾ ഇതൊരു കുറച്ച് ഇളക്കമൊക്കെ ഉണ്ടല്ലോ കണ്ണാന്ന് പറയുമ്പോൾ, ഇല്ല അമ്മ, അതെല്ലാം തന്നെ അവളുടെ നാടകമാണ് അമ്മ കണ്ടത്, എല്ലാം അമ്മയുടെ മുമ്പിൽ കാണിക്കണം അവളുടെ ഗോഷ്ടിയാണെന്ന് പറയുമ്പോൾ രാധികാമ്മ സത്യം ചെയ്യാൻ വേണ്ടി പറയുവാണ്. അപ്പോൾ ഒരു ഗോവിന്ദ് സത്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതേ അമ്മ, അമ്മയുടെ കണ്ണൻ പഴയ കണ്ണൻ തന്നെയാണ്, അവളുടെ മുമ്പിൽ ഒരിക്കലും ഞാൻ അടിയറവ് പറയില്ല, എൻ്റെ തീരുമാനം ഉറച്ച തീരുമാനമാണെന്ന് പറയുമ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, എങ്കിൽ ശരി, നീ ഇത് കണ്ടില്ലേ, ഡൈവേഴ്സ് നോട്ടീസാണ്, അത് മാത്രമല്ല ഇതിലുള്ള പേപ്പേഴ്സൊക്കെ ഇവൾ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തുള്ള പേപ്പേഴ്സാണ്, ഇതിൽ ഡോക്ടർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവൾക്ക് ആത്മഹത്യാ പ്രവണത ഉള്ളിലുണ്ടെന്നുള്ള കാര്യം. ഇത് വെച്ച് വേണം നമുക്ക് കോടതിയിൽ വിലസാൻ വേണ്ടിയിട്ട്. അവൾക്ക് അവൾ ആത്മഹത്യാ ഭീഷണി ഇടയ്ക്കിടയ്ക്ക് പറയുമെന്നും അവൾക്ക് മാനസിക നില തെറ്റിയിരിക്കുകയാണെങ്കിൽ തെറ്റിയിരിക്കുകയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞുണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമാണിത്. പിന്നെ പരിപുരുഷ ബന്ധം ഉണ്ടല്ലോ, സ്വഭാവ ദൂഷ്യം, അതൊക്കെ നമുക്ക് പറഞ്ഞിട്ട് ജയിക്കാമെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയേണ്ട, അമ്മേ, അവൾക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ IAS ബാധിക്കും. അത് നീ എന്തിനെ അവളുടെ IAS കുറിച്ചൊക്കെ ആലോചിക്കേണ്ടത്? അവൾ എവിടെയെങ്കിലും പോട്ടെ, അതിനെക്കുറിച്ച് ആലോചിച്ച് നീ തല പുണ്ണാക്കണ്ട, ഞാൻ പറയും അത് നീ അനുസരിക്കണമെന്ന് പറയുമ്പോൾ, ശരി അമ്മേ, അമ്മ പറയുന്ന പോലെ എന്താ ചെയ്യാം, പക്ഷേ അവളുടെ IAS മോഹം നഷ്ടപ്പെടുത്താൻ സമ്മതിക്കില്ലെന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട്. ഗോവിന്ദിന് ആകെ വിഷമവും ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ രാധികാമ്മ വരുണിനോട് പറയാണ്, വരുണെ, നീ പറഞ്ഞ സത്യമാണ്, അവന് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഇപ്പോഴും ഗീതുവിനോടുണ്ട്. നമ്മൾ സ്വഭാവ ദൂഷ്യവും അതുപോലെ തന്നെ അവൾക്ക് മാനസിക അസുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ IAS മോഹം വെറുതെ ആയി പോകുമെന്നൊക്കെ അവൻ പറയണത്. അവനിപ്പോഴും വിചാരം അവളുടെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് പറയുമ്പോൾ, ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ രേഖ തൊട്ടപ്പുറത്ത് ജനലരികിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രേഖ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര, ഗീതുക്ക് മാനസിക അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ കൊണ്ട് ഇവർ ഡൈവേഴ്സ് ചെയ്യിപ്പിക്കാൻ പോവാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ രേഖക്കും ആകെ വിഷമമാണ്. രേഖ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു കേൾക്കുവാണ്. ആ സമയത്ത് രാധികാമ്മ പെട്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ രേഖ ഒളിഞ്ഞു കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ രാധികാമ്മ പറയുന്നുണ്ട് വരുണിനോട്, വരുണെ, എന്തൊക്കെ വന്നാലും അവൾക്ക് മാനസിക അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കോടതിയിൽ മൂവ് ചെയ്തേ പറ്റൂ, എങ്കിൽ മാത്രമേ ഡൈവേഴ്സ് കിട്ടുള്ളൂ എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും രേഖ, ഈശ്വര, ഈ കാര്യം എങ്ങനെയെങ്കിലും ഇത് മറ്റുള്ളവർക്ക് അറിയിച്ചിട്ട് ഈ ഡൈവേഴ്സ് ക്യാൻസലാക്കിയേ പറ്റൂ, എന്താ ചെയ്യുക എന്നറിയാണ്ട് രേഖ അവിടെ നിന്ന് ഓടിപ്പോവാട്ടോ. ആ സമയത്ത് രേഖ പോയി കഴിയുമ്പോഴേക്കും രാധികാമ്മ വരുണിനോട് പറയുന്നുണ്ട്, രേഖ അവിടെ നിന്നെല്ലാം ഒളിഞ്ഞു കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, ഇവളെ ഞാൻ എന്ന് പറഞ്ഞിട്ട് വരുൺ അങ്ങോട്ട് പോകുമ്പോൾ രേഖേനെ കാണുന്നില്ല. രാധികാമ്മ പറയുന്നുണ്ട്, അവൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞു, അവൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ് കുറച്ച് ഒച്ചത്തിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്, അതെന്തിനാമേ എന്ന് വരുൺ ചോദിക്കുമ്പോൾ, അവൾ ഈ കാര്യങ്ങൾ പ്രിയയെടുത്ത് പറയും, പ്രിയ ആ കാര്യങ്ങൾ അവിടെ ഭദ്രനോടും വിലാസിനോടും പറയും. ഭദ്രനും വിലാസിനി നാളെ ഇവിടെ എത്തും. അവർക്ക് കുറച്ച് പണം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, സ്വന്തം മകളാന്ന് പോലും അവരെ ആലോചിക്കില്ല, അവൾക്ക് മാനസിക അസുഖം ഉണ്ടെന്ന് അവരെവിടെ വേണമെങ്കിലും പറയും. അതിന് വേണ്ടിയിട്ടാണെന്ന് രാധികാമ്മ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രേഖയാണെങ്കിൽ പ്രിയയുടെ വിളിക്കണം കേട്ടോ. പ്രിയ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്, എന്തെങ്കിലും ചെയ്യണം പ്രിയെ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്ന് പറയുമ്പോൾ, ഞാൻ നോക്കട്ടെ ചേച്ചി, എന്തായാലും ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പ്രിയ പറയുന്നുണ്ട്. അതിനുശേഷം പ്രിയ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ വിലാസിനോടും ഭദ്രനോടും പറയുന്നുണ്ട് കേട്ടോ. ഗോവിന്ദേട്ടൻ ഗീതുച്ചിനെ ഡൈവേഴ്സ് ചെയ്യാൻ പോവാണെന്ന്. അത് കേൾക്കുമ്പോൾ വിലാസിനെ പൊട്ടിത്തെറിക്കുവാണ്. ദേ പ്രിയെ, നിന്റെ ചേട്ടനൊക്കെ ആയിരിക്കും ആള്, പക്ഷേ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയാണ് വിലാസിന്. ആ സമയം ഭദ്രൻ എടുത്തു വായിക്ക് പറയുന്നുണ്ട്, അഥവാ ഡൈവേഴ്സ് ചെയ്താൽ തന്നെ കൃത്യമായിട്ടുള്ളൊരു നഷ്ടത്തുക, അതായത് നഷ്ടത്തുക നമുക്ക് കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പ്രിയ പറയുന്നുണ്ട്, ഒരു നഷ്ടത്തുകയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, അതിനവർ ഡൈവേഴ്സ് ആവില്ല, ഡൈവേഴ്സ് ആവാൻ ഈ പ്രിയ സമ്മതിക്കില്ല, ഞാൻ ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഞാൻ ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല എന്നൊക്കെ പറയുവാണ്. അതിനുശേഷം പ്രിയ അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് നമ്മുടെ ഭദ്രൻ പറയുന്നുണ്ട്, പക്ഷേ ആ മോഹം വെറുതെയായി, ഡൈവേഴ്സ് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു, നഷ്ടപരിഹാരത്തുക കിട്ടിയാൽ മതിയായിരുന്നേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിനോദ് പറയേണ്ട, അമ്മേ, അച്ഛ, അവൾ പറയേണ്ടത് എന്താണ് അതുപോലെ അങ്ങോട്ട് കേൾക്കാം, അല്ലെങ്കിൽ അവളുടെ പേരിലുള്ള സ്വത്തുക്കൾ പോലും നമുക്ക് കിട്ടില്ല കേട്ടോ എന്ന് പറയുവാണ്. അതിനുശേഷം കാണിക്കുന്ന ഗോവിന്ദനെയാണ്. ഗോവിന്ദ് കിടക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ഗീതു വരുന്നുണ്ട്. ഗോവിന്ദേട്ടാ, ഞാൻ ഇവിടെ കിടന്നോട്ടെ, ഇവിടെ ഏതെങ്കിലും മൂലക്ക് കിടന്നോളാം എന്ന് പറയുമ്പോൾ, ഇറങ്ങി പോടി എൻ്റെ റൂമിൽ എന്ന് പറയുമ്പോൾ, ഗോവിന്ദേട്ടാ പ്ലീസ്, അവിടെ ജനലിലേക്ക് ആരൊക്കെയോ തട്ടണേ മുട്ടണ പോലത്തെ ഒച്ചയൊക്കെ എനിക്ക് കേൾക്കുക എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, എൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ കാണിക്കുമായിരിക്കും എന്നായിരിക്കും നീ പറയാൻ വരുന്നത് അല്ലേ? അയ്യോ അല്ലല്ല, രാധികാമ്മയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ചിലപ്പോൾ ഗോവിന്ദേട്ടനെ കൊല്ലാൻ വരുന്ന വരെ ശത്രുക്കളെ ആയിരിക്കും, എന്നെയും കൊല്ലാൻ വരും, അവരുടെയൊക്കെ വിചാരം ഞാനും ഗോവിന്ദേട്ടനും ഭയങ്കര സ്നേഹത്തിലാണെന്നാണല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയാവണം ആരെങ്കിലും എന്നെ കൊല്ലാൻ വരുമെന്ന്, ഞാൻ ചത്തു കഴിഞ്ഞാൽ എൻ്റെ ഗോവിന്ദേട്ടൻ ആരുണ്ട്, ഞാനിവിടെ കിടക്കട്ടെ കണ്ണേട്ടാ പ്ലീസ് എന്ന് പറയുമ്പോൾ, ഇല്ലടി സമ്മതിക്കടി, ഇറങ്ങി പോടി ഇവിടെ നിന്ന് പറയാണ്, ഞാനിവിടെ മൂലക്ക് കിടന്നോളാം എന്നൊക്കെ പറയുവാണ്, പ്ലീസ്, ഞാനില്ലാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ കണ്ണേട്ടൻ്റെ കാര്യങ്ങൾ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു പെട്ടെന്ന് ബെഡിലേക്ക് കയറി കിടക്കുവാട്ടോ. ഇരിക്കുവാണ്, എടി നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, എനിക്ക് നിൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലായി, നിനക്ക് ഇവിടെ കയറി പറ്റണം, അതിനുവേണ്ടി പലതും നീ ചെയ്യും, ഇറങ്ങടി. ഇല്ല, ഞാൻ ഇറങ്ങില്ലെന്ന് പറഞ്ഞിട്ട് ഗീതു അവിടെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഗോവിന്ദ് ഗീതുവിനെ വലിച്ചെടുക്കുവാണ് കേട്ടോ. എന്നിട്ട് പൊക്കിക്കൊണ്ട് പോകുവാണ്.
അതിനുശേഷം റൂമിൻ്റെ പുറത്തേക്ക് ഒരു ഒറ്റ ഇടലാണ്, പോടി എന്ന് പറഞ്ഞിട്ട് വാതിൽ കുറ്റിയിടുവാണ്. പക്ഷേ ഇതെന്ത് മനുഷ്യൻ എന്ന് ഗീതു വിചാരിക്കുവാണ്. ആ സമയത്ത് ഗോവിന്ദ് പിന്നെയും വാതിൽ തുറക്കുന്നുണ്ട്. ഞാൻ അകത്ത് കയറിക്കോട്ടെ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോൾ ദേ നിൻ്റെ ബെഡ്ഷീറ്റും തലേണയും തരാൻ വന്നതാ, പോടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഗോവിന്ദ് വാതിലടക്കണം. ഹേ ഇതെന്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഗീതു പോവുകയാണ്. ശേഷം ഈ കാര്യങ്ങളൊക്കെ വിജയലക്ഷ്മി എടുത്ത് പറയുന്നുണ്ട്. ഗീതു പറയണ്ടേ എന്നാലും ഇതെന്തൊരു സ്വഭാവമാണ് മാഡം, എന്നെ ആട്ടി പുറത്താക്കി എന്നൊക്കെ പറയുമ്പോൾ വിജയലക്ഷ്മി ഒന്ന് ശരിക്കുമായിട്ട് അതിനുശേഷം പറയുന്നുണ്ട്, നാളെ രാധികാമ്മക്ക് കൊടുക്കാനായിട്ട് ഒരു അടിപൊളി പണിയുണ്ട് മോളെ എന്ന് പറയുവാണ്. പണിയോ, എന്ത് പണിയാ മേഡം, പറ എന്ന് പറയുമ്പോൾ അത് രഹസ്യമാണ്, ഞാൻ മോളത്ത് പറയാവേ എന്ന് പറഞ്ഞിട്ട് കുനു എന്ന് പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. നമ്മളൊന്നും കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഗീതു പറഞ്ഞിട്ട് അടിപൊളി പ്ലാൻ മേഡം, നാളെ ഞാൻ രാധികാമ്മയുടെ മുമ്പിൽ നന്നിട്ടൊന്ന് വിലസും എന്നൊക്കെ ഗീതു പറയാണ്. അതെ ഞാൻ പറയണ പോലെ തന്നെ മോള് ചെയ്യണം കേട്ടോ എന്ന് പറയാണ്. ശരി മേഡം ഞാൻ എല്ലാം അതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഗീതു ഫോം വെക്കുവാണ്. രാവിലെ തന്നെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ രാധികാമ്മ വന്നിരിക്കുന്ന സമയത്ത് രാധികാമ്മനെ അനുകൂലിക്കാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ രാധികാമ്മയുടെ അനുകൂലി പറയുന്നുണ്ട്, രാധികാമ്മ തന്നെ ഈ പ്രാവശ്യം ഇലക്ഷനിൽ നിൽക്കണം, എന്തായാലും രാധികാമ്മ ജയിക്കുമെന്ന് പറയുമ്പോൾ രാധികാമ്മനെ സപ്പോർട്ട് ചെയ്യാത്ത 2-3 സ്ത്രീകളുണ്ട്. അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാൾ പങ്കെടുക്കുന്നുണ്ട് ഇലക്ഷന് വേണ്ടിയിട്ട് എന്ന് പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. അതെന്തായാലും ഗീതു ആയിരിക്കും എന്ന് ഉറപ്പാണ്. ഗീതുവും രാധികാമ്മ ഒരുമിച്ച് ഇലക്ഷനിൽ പങ്കെടുക്കാൻ പോകുന്ന ഭാഗമായിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.